ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് എന്താ പറയുക ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ച് കൂട്ടി വെച്ചതല്ല, കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അതൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് തന്നെ. കാരണം ഞാൻ ചിലപ്പോൾ ഇടുന്ന വീഡിയോക്കകത്തൊക്കെ ആൾക്കാരല്ല, കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഏത് ലിപ്സ്റ്റിക്കാണ്, ഏത് ലിപ്സ്റ്റിക്ക് ഷെയ്ഡാന്നൊക്കെ. ഇപ്പോൾ പെൺപിള്ളേർക്കൊക്കെ ഇത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ എനിക്കിത് അതിനേക്കാൾ ഇൻട്രസ്റ്റ് വാങ്ങിച്ച് ഓരോ സാധനങ്ങൾ കുത്തിയിരുന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കാനും അത് പൊട്ടിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു പൊട്ടിക്കുമ്പോൾ നിങ്ങളെയും കൂടെ വിളിക്കാമെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഈ ഒരു സാധനം ഈ ബോക്സൊക്കെ ഞാൻ ഉണ്ടല്ലോ എക്സൈറ്റ്മെൻറ്റ് കാരണം ആക്രാന്തം പിടിച്ച് ഞാൻ ആദ്യം തന്നെ പൊട്ടിച്ചു. ഞാൻ ഈയിടെയും പറഞ്ഞായിരുന്നു വീഡിയോക്കകത്ത്, കുറച്ചാൾ മുമ്പ് ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞു, നമ്മൾ ഓൺലൈനിൽ കണ്ടിട്ട് അല്ല ഓൺലൈനിൽ കണ്ട ഷെയ്ഡ് വെച്ചിട്ട് ഒരു സാധനവും വാങ്ങിക്കരുത്. നമ്മൾ നേരിട്ട് നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ. ഇത് മൈക്കിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷൻ. ഇത് ഞാൻ നേരത്തെ ഉപയോഗിക്കുന്ന ഒരു സാധനം എനിക്കറിയാം. അപ്പം ഇപ്പം ഓൺലൈനിൽ സെയിലൊക്കെ വന്നപ്പം വാങ്ങിച്ചതേ ഉള്ളൂ കേട്ടോ. മൈക്കിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷൻ. ഇതൊക്കെ നമ്മൾ സെയിൽ വരുമ്പോൾ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചേക്കണം, തീരാൻ വേണ്ടിയിട്ട് നോക്കി വയ്ക്കരുത്. ഇതാണ് ഞാൻ വാങ്ങിച്ചത് മൈക്കിൻ്റെ. ഇതൊരു ഫൗണ്ടേഷൻ വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് നാർസിൻ്റെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. ഇത് നാർസിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷൻ കേട്ടോ. വാവ്, നോക്കിക്കേ, എൻ്റെ ബോട്ടിലൊക്കെ അടിപൊളിയല്ലേ. പാക്കിങ് നോക്കിക്കേ, രസമില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. വാവ്, പൊളി സാധനം കേട്ടോ. അത് എന്നുള്ള വ്യത്യാസം. ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടി ചുമ്മാ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ എടുത്തു എന്ന് പറഞ്ഞ പോലെ എടുത്ത് വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ വാങ്ങിച്ചത് ഒരു കൺസീലർ, ഒരു മിനി കൺസീലറാണേ. പക്ഷെ ഇത് മിനി അത് കണ്ടല്ല ഞാൻ വാങ്ങിച്ചത് കേട്ടോ. ഒരു കൺസീലർ വാങ്ങിച്ചത്. പക്ഷെ കൺസീലറിന്റെ വലിപ്പം കണ്ട് ഞാൻ ഗുയ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു മിനി കൺസീലറാണ് നാർസിന്റെ. ഉണ്ടോ, നല്ല രസമുണ്ട് അല്ലേ? ഇതെല്ലാം കൂടെ ഞാൻ എന്നിട്ട് തീർക്കുമെന്ന് എനിക്കറിയാൻ മേല. ഇത് എവിടെ ഇടാനാന്നൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. നമ്മൾ ഇഷ്ടപ്പെടുന്നു, വാങ്ങിക്കുന്നു. കുഞ്ഞു രസം, നല്ല രസം. ലിപ്സ്റ്റിക് എന്താ പൊളിച്ചേനെ, ഒരു മിനി കൺസീലർ നാർസിന്റെ. പിന്നെ വാങ്ങിച്ചത് ഒരു ലിപ്സ്റ്റിക്ക്. ഇവിടെ പാക്കിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല പെർഫെക്ഷന് വന്ന്, എന്താ പെർഫെക്ഷൻ അല്ലേ? ഇതെന്താ, ഇത് അമേരിക്കൻ വുമൻ എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കാന്ന് എനിക്ക്. അത് തന്നെ അമേരിക്കൻ വിമൻ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട് ലിപ്സ്റ്റിക്. ഇതൊക്കെ ഞാൻ എന്നടിക്കോ എനിക്കറിയാൻ മേല. ഞാൻ അടുത്ത ദിവസം ജോലിക്ക് പോകാൻ ഞാനിങ്ങനെ എക്സൈറ്റഡാണ്. പിന്നെ എൻ്റെ എല്ലാ മിക്ക ഷെയ്ഡ്സും ഏകദേശം ഒരുപോലെ ഇരിക്കും കേട്ടോ. ബിക്കോസ് ഞാൻ ന്യൂഡ് ഷെയ്ഡിൻ്റെ ആരാധികയാണ്. ഇതാണ് ഈ ഒരു കളർ കേട്ടോ. കൊള്ളാം, ഇടുമ്പോൾ നല്ലതായിരിക്കും. ഞാൻ വേർസ് ഇട്ട് കാണിക്കാവേ. എനിക്കിപ്പോൾ സത്യം ഇതൊന്നും കയ്യിലിട്ട് കാണിക്കാൻ തോന്നുന്നേ ഇല്ല. പിന്നെ വേറൊരു ലിപ്സ്റ്റിക്കും കൂടെ. ലിപ്സ്റ്റിക് ഇത് ക്രയോൺസ് ലിപ്സ്റ്റിക് ഷെയ്ഡ് പോലുള്ള ഒരെണ്ണം തന്നെ കേട്ടോ. ലിപ്സ്റ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല. 4 ഷെയ്ഡ്, ഒരു ലിപ്സ്റ്റിക്ക്, ക്രയോൺ പെൻസില്, പിന്നെ ഒരു ഫൗണ്ടേഷൻ, പിന്നെ ഒരു കൺസീലർ. ഇത്രയും സാധനം നാർസിൻ്റെ വാങ്ങിച്ചു. പിന്നെ മൈക്കിൻ്റെ ഒരു ഫൗണ്ടേഷൻ, ഇത്ര സാധനങ്ങൾ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നേഴ്സ് 6 സൈലന്റ് ആണെന്ന് തോന്നുന്നു. നാസിന് നമ്മൾ വാങ്ങിച്ചത്. അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത സാധനം ഇത്, എൻ്റെ പൊന്നോ, വേറെ സാധനം നമ്മുടെ സ്വന്തം ഹുഡാ ബ്യൂട്ടി. അവരാദ്യമേ തന്നെ ബില്ല് വെച്ചിട്ടുണ്ട്. ബില്ല് കാണിച്ചെന്നെ ഞെട്ടിക്കല്ലേ ദൈവമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഹുഡാ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്. കണ്ടോ, ലിപ്സ്റ്റിക്ക് വന്ന് എനിക്ക് നല്ല ഭ്രാന്ത്, നല്ല ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക്. വേണ്ട, ഇതൊക്കെ ഞാൻ എന്നിടുവോ എന്തോ. നല്ലൊരു അടിപൊളി ലിപ്സ്റ്റിക് കേട്ടോ. ആഹാ, അത്ര തന്നെ തീർക്കണ്ടായിരുന്നു. കണ്ടോ, ഇതാണ് കളറ്. നല്ല അടിപൊളി കളർ അല്ലേ? ഇതൊരു മാറ്റ് ഷെയ്ഡ് ആയിട്ട്. ഇപ്പൊ നൗ ഡേയ്സ് ഞാൻ എടുക്കുന്നതൊക്കെ മാറ്റ് ഷെയ്ഡാണ്.
ഈ എന്താ പറയുക, ഈ ഹുഡ ബ്യൂട്ടിയുടെ ഒക്കെ ഈ ലിപ്സ്റ്റിക്ക് ഇത് ഇവിടെ വരും. ഞാൻ പറഞ്ഞില്ല, ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്നു ഓൺലൈനിൽ കണ്ട് വാങ്ങിക്കരുത്. വാങ്ങിച്ചാൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മുടെ സുണ്ടിന് ഇത് ചേർത്ത് കാണുകയില്ല. സുണ്ട് മാത്രമല്ല, ഈവൻ ഫൗണ്ടേഷനും. അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ ഓൺലൈനിൽ നോക്കി വാങ്ങിച്ചത്. ഞാൻ ഓൺലൈനിൽ നോക്കി വാങ്ങിച്ചതല്ല കേട്ടോ. ഇത് ഞാൻ ഹുഡ ബ്യൂട്ടിയുടെ നമ്മുടെ സെഫോറയിലുണ്ട്, അവിടെ പോയി വാങ്ങിച്ചത്. അവിടെ സെയിൽ വന്നു. അപ്പം മറ്റേ നാസിൻ്റെത് നമ്മുടെ ഗലേറിയ മോളിലുണ്ട്, നാസിൻ്റെ ഷോപ്പ്. അവിടെ പോയി നമ്മൾ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ച് നോക്കി ഇടുക. എന്നിട്ട് പിന്നെ ഓൺലൈനിൽ നോക്കി പ്രൊമോഷൻ വരുമ്പോൾ വാങ്ങിക്കുക. പ്രൊമോഷൻ വരുമ്പോൾ നോക്കി ഇരുന്നിട്ട് ചാടിക്കറി വാങ്ങിച്ചോണം. പിന്നെ വാങ്ങിച്ചത് ഹുഡ ബ്യൂട്ടിയുടെ ഒരു എന്താ പറയുന്നത്, ഒരു സെറ്റിങ്സ് പൗഡർ എന്നല്ല, ഒരു കോമ്പാക്ട് പൗഡർ ഒരെണ്ണം വാങ്ങിച്ചു. പെൺകുട്ടികൾ എന്നും സ്വയം പര്യാപ്തരാകുന്നതിൻ്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണം. അതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ വാങ്ങിച്ചു കൂട്ടാം. നമുക്ക് ഒരു കെട്ടിയവന്മാരുടെയും കാലെ പിടിക്കേണ്ട ആവശ്യമില്ല. തുറക്കാൻ മേലെ ഇതുണ്ടോ, ഹുഡ ബ്യൂട്ടിയുടെ ഒരു കോമ്പാക്ട് പൗഡർ. പൊളി സാധനം മോനെ. അതിൻ്റെ പൗഡർ കൊള്ളാല്ലേ. അപ്പം ഈ ഒരു സാധനം വാങ്ങിച്ചു. ഞാൻ വെച്ച് വലിച്ച് നീട്ടുന്നില്ല. അപ്പം ഈ ഒരു സാധനം, ഇത് രണ്ടും ഞാൻ ഹുഡ ബ്യൂട്ടിയുടെ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ അവർ എനിക്കൊരു ഹുഡ ബ്യൂട്ടിയുടെ ഒരു ഫൗണ്ടേഷൻ്റെ പാക്കറ്റ് ഫ്രീ തന്നിട്ടുണ്ട്. 2-3 ഫൗണ്ടേഷൻ, ഒരു 1 2 3 4 5 ഫൗണ്ടേഷൻ്റെ ഒരെണ്ണം ഫ്രീ തന്നു. ഇനി അടുത്തൊരു സാധനമാണ് ഞാൻ ആറ്റുനോറ്റ് മോഹിച്ചു കൊതിച്ചു വന്നൊരു സാധനം. ആറ്റുനോറ്റുണ്ടായിരുണ്ണി എന്ന് പറഞ്ഞാൽ ആറ്റുനോറ്റ് വാങ്ങിച്ചൊരു സാധനം, ഷാർലറ്റ് ടിൽബുറിയുടെ ഒരു സാധനം. എൻ്റെ പൊന്നും, പെട്ടിക്കകത്തൊന്നും ഇല്ലേ? അവന്മാർ എന്നെ പറ്റിച്ചോ കുട്ടിമാമ. കണ്ടോ മക്കളെ, കണ്ടോ? എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന കേട്ടോ. എൻ്റെ കുറേ നാളായിട്ടുള്ള ഒരാഗ്രഹം, ഈ ഒരു സാധനം വാങ്ങിക്കണമെന്ന്. അങ്ങനെ ഷാർലറ്റ് ടിൽബുറി വന്നിട്ടുണ്ട് ഫൈനലി. എല്ലാവരും എന്തിനീ ആദ്യമേ ബില്ല് തരുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ബില്ല് അടച്ചിട്ടല്ലേ ഇത് വന്നേ. ഇതിൻ്റെ ബില്ല് കണ്ട് കണ്ണ് കണ്ടി ശ്വാസം മുട്ടുണ്ടാത്തത് കൊണ്ട് ഞാൻ ഇതിൻ്റെ ബില്ല് കാണിക്കുന്നില്ല. ഇത് എന്നോട്, ഇതിൻ്റെയൊക്കെ ബില്ല് എന്നോട് കൂടി മണ്ണടിയും. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കട്ടെ. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒരിക്കലും എടുത്ത് നോക്കരുത് കേട്ടോ. ഇതുണ്ടായിരുന്നെങ്കിൽ ഏതോ സിനിമ ദിലീപ് അങ്ങനെ എന്തോരം ഏത്തപ്പഴം വാങ്ങിച്ച് പുഴുങ്ങി തിന്നായിരുന്നു എന്ന് ഇത് വെച്ച് പറയാൻ പറ്റത്തില്ല. ഏത്തപ്പഴം ഇതിനേക്കാളും കൂടുതൽ കിട്ടും. എന്നാലും ഇത് വാങ്ങിക്കാൻ കിട്ടത്തില്ലല്ലോ. ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് അധികം ഒന്നുമില്ല. എന്നാലും വായിക്കേ. ഞാൻ സത്യം പറഞ്ഞ ഇതാണ് മക്കളെ ആ സാധനം. ആറ്റുനോറ്റുണ്ടായൊരുണ്ണി. ഒരു ലിപ്സ്റ്റിക്, വേറൊന്നുമല്ല, മാറ്റിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചതാണ്. ഈ ഒരു സാധനം നമ്മുടെ പാക്കിങ് അടിപൊളിയല്ലേ. എന്തുവാ ഒരു സാധനം ഉള്ളെങ്കിലും ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരൊറ്റ ലിപ്സ്. എനിക്ക് വേറെ പലതും വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ചേച്ചി. പിന്നെ വേറെ സാമ്പിൾ വന്നാ ഫ്രീ തന്നേക്കുന്നത്. ഷാർലറ്റ് ടിൽബുറിയുടെ ഞാൻ ഇത് മാത്രം വാങ്ങിച്ചോളൂ. വേറെ വല്ലതൊക്കെ വാങ്ങിക്കണമായിരുന്നോ? എനിക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ വാങ്ങിച്ചിരിക്കും. അത് 2 ഇത് കണ്ടോ, 2 പെർഫ്യൂംസ് സാമ്പിൾ വന്നേക്കുന്ന. അത് ജസ്റ്റ് ഞാൻ ഫ്രീ തന്നിരിക്കും. അതെ, 2 എണ്ണം, 2 പെർഫ്യൂം ഫ്രീ സാമ്പിൾ തന്നവര്. ആണത്. പക്ഷെ മെയിനായിട്ട് വന്നത് ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. ജസ്റ്റിമോനെ ലിപ്സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ. ഇതാണ് ലിപ്സ്റ്റിക്. നമ്മൾ ഓപ്പണിങ്, നമ്മുടെ എന്താ പറയുന്നത്, ആണുങ്ങൾക്ക് BMW ഒക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ അവർ ഗ്യാരേജിലേക്ക്. നോക്ക് മക്കളെ, നോക്ക് കേട്ടോ. പൊളി. ഇതെനിക്ക് ഉപയോഗിക്കാൻ പോലും തോന്നരുത്. നോക്കിയേ, ഇന്ന പൊളിയല്ലേ ജസ്റ്റ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഭാര്യയെ സ്നേഹിക്കുന്നവർ ഭാര്യറെ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചത് എന്നെ ഞെട്ടിക്കും. ഷാർലറ്റ് ടിൽബുറി മൊത്തം ഡയമണ്ട്സ് അവതരിപ്പിച്ചിരുന്നത്. ഡയമണ്ട്സ് കിട്ടിമാമ, ഞാൻ ഞെട്ടി. കണ്ടാ, ഇതാണ് ആ ലിപ്സ്റ്റിക്. ഞാൻ ആറ്റുനോറ്റ്
ഏത് ഷെയ്ഡാന്ന് ഞാൻ മറന്നുപോയി. ഞാൻ ഒത്തിരി ഷെയ്ഡ് കണ്ടിട്ട് ഒരു ഹാർട്ട് അടിപൊളി. എന്ന് ഞാൻ ഇടും. ഇത് ഞാൻ എന്തിടും കിട്ടി മാമ. അപ്പോൾ ഇതാണ് ഞാൻ ഒത്തിരി എന്താ പറയുക ആഗ്രഹിച്ച് ആറ്റി മോഹിച്ച് വന്നൊരു സാധനം. ഇത് കുറെ ദിവസം എടുത്ത് വരാം അല്ലേ? ഇത് അമേരിക്കന്നല്ലേ വന്നേ? ഇനി ഈ സാധനം ഓൺലൈനിലൊന്നും നമ്മുടെ ഇവിടെ ഗലേറിയ മോളിൽ ഇവരുടെ ഷോപ്പ് ഉണ്ട് കേട്ടോ. ഷാലറ്റ് ചിൽബുറയുടെ ഷോപ്പ് ഉണ്ട് ഗലേറിയയില്. അവിടെ പോയി നമ്മൾ ഇട്ട് വെക്കാം. പണ്ടൊക്കെ എനിക്ക് ആ ഷോപ്പിലൊക്കെ പോകുന്ന ഭയങ്കര ചമ്മലായിരുന്നു. നമ്മളെ കാണുമ്പോൾ ഒരു കൂറ ലുക്ക് അവർക്ക് ഫീൽ ചെയ്യുമെങ്കിലും നമ്മൾ എന്തിനാണ് നമ്മുടെ ലുക്കിലല്ലല്ലോ, നമ്മൾ വാങ്ങിക്കുന്നുണ്ടോ ഇല്ലോ എന്ന് നോക്കിയാൽ പോരെ. അപ്പം ഇതാണ് തൽക്കാലം. ഇതോടുകൂടി ഈ വർഷത്തെ എൻ്റെ ഷോപ്പിംഗ് പരിസമാപ്തമായി എന്ന് ഞാൻ അറിയിച്ചുകൊള്ളു.